നമസ്കാരം. കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രകൃതിയുടെ സംഹാരശക്തിക്ക് മുന്നിൽ മനുഷ്യനിർമ്മിത മഹാത്ഭുതങ്ങളൊന്നും നിലനിൽക്കില്ല എന്നതിന്റെ മറ്റൊരു നേർക്കാഴ്ചയായി ജപ്പാനിലെ സുനാമി ദുരന്തം. എത്രയൊക്കെ ഭൗതിക പുരോഗതി മനുഷ്യവംശം കൈവരിച്ചാലും അവസാന വാക്ക് പ്രകൃതിയുടേതായിരിക്കും എന്ന മുന്നറിയിപ്പും ഈ ദുരന്തത്തിൽ വായിക്കാം. കരുതലിന്റെ പുതിയ കൊടുമുടികൾ തേടുക എന്നത് മാത്രമാണ് മനുഷ്യന് മുന്നിലുള്ള ഏക പോംവഴി. പ്രകൃതിക്കെതിരെയുള്ള എല്ലാ ചെറുത്തുനിൽപ്പും പരാജയപ്പെട്ട ദിവസമായിരുന്നു മാർച്ച് 11. എല്ലാ മുൻകരുതലുകളെയും പിഴുതെറിഞ്ഞ് കൊലയാളി തിരകൾ മിയാഗിയുടെയും ഫുക്കുഷിമയുടെയും തീരങ്ങൾ പിന്നിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പാഞ്ഞു കഴിഞ്ഞു. കാറുകളും കപ്പലുകളും പോലും കളിപ്പാട്ടങ്ങൾ പോലെ ഉള്ളിയാണ്. മോൺസൂൺ പ്രഭവ കേന്ദ്രമായി റിക്ടർ സ്കെയിലിൽ 8.9 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ജപ്പാന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച രാക്ഷസ തിരമാലകൾ. അവര് വളരെയധികം മുൻകരുതലുകൾ എടുത്തതുകൊണ്ട് ആൾനാശം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം തിക്ലി പോപ്പുലർ, വളരെ ജനസംഖ്യ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ പോലും ആൾനാശം വളരെ കുറഞ്ഞു. മറ്റൊരു റീസൺ കൂടിയുണ്ട്. 7.2 വരുന്ന ഒരു ഭൂകമ്പം കുറച്ച് ദിവസം ചെറിയ ഭൂകമ്പങ്ങൾ ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അത് 2 ദിവസം മുമ്പ്. അപ്പൊ അവർക്ക് നേരത്തെ സൂചന ലഭിച്ചിട്ടുണ്ട് ഇത്ര വലിയ ഭൂകമ്പത്തിനുള്ള ചാൻസ്. പ്രകൃതിയുടെ സംഹാര ശക്തിക്കെതിരെ കാര്യക്ഷമമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട 200ഓളം സുനാമികളെ അതിജീവിക്കാൻ ജപ്പാന് തുണയായി. സുനാമി അത്രമാത്രമാണ് ജാപ്പനീസ് ജീവിതവുമായി ബന്ധപ്പെട്ടത്. സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം തുറമുഖ തിരമാല എന്നാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇത് തടഞ്ഞു നിർത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ അതിന്റെ പരമാവധി ആഘാതം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് സാമ്പത്തികമായിട്ടും ആൾനാശം കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അഗ്നിവലയത്തിന് മുകളിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു ജനത ജപ്പാൻകാരെ ഇങ്ങനെ വിശേഷിച്ചു. ഉദയസൂര്യന്റെ നാട് എന്നാണ് വിശേഷണമെങ്കിലും ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വതങ്ങളുടെയും രാക്ഷസ തിരമാലകളുടെയും നാടാണ് യഥാർത്ഥത്തിൽ ജപ്പാൻ. 4 ഭൂഖണ്ഡപാളികൾ ചേരുന്ന സംഗമ സ്ഥാനമാണ് തലസ്ഥാനമായ ടോക്കിയോ. കലിതുള്ളുന്ന ഭൂമിക്ക് മുകളിൽ പക്ഷേ ശാന്തരായി കഴിയുന്നത്. റിംഗ് ഓഫ് ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന പസഫിക് മേഖലയിലെ ഏറ്റവും അപകടം പിടിച്ച മേഖല അതാണ് ജപ്പാൻ. 8.9 ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. വളരെ വലിയ എർത്ത്ക്വേക്കാണ്. ഭൂമിയുടെ ആക്സിസിൽ തന്നെ 4 ഇഞ്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ ചെരിവ് 4 ഇഞ്ച് മാറിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ജപ്പാന്റെ ഒരു ഐലൻഡ് അല്പം സ്ഥാനം മാറി എന്നൊക്കെ കിട്ടും. അത് അത്രത്തോളം ശക്തമായ ഒരു സംഭവം. ഭൂകമ്പങ്ങളും സുനാമിയും സ്ഥിരമായ നാട്ടിൽ 1950കളിൽ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തയ്യാറാക്കി. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടുപോയി. ഒപ്പം ഏത് വലിയ ഭൂകമ്പത്തെയും ചെറുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച കെട്ടിടങ്ങളും കൂടിയായപ്പോൾ പ്രകൃതിയുടെ വികൃതിയെ ഒരു പരിധിവരെ ചെറുക്കാമെന്നായി. ആ വിശ്വാസത്തിലാണ് ഒരു വർഷം ഉണ്ടാകുന്ന 100 കണക്കിന് ഭൂചലനങ്ങളെ ജാപ്പനീസ് ജനത ആത്മവിശ്വാസത്തോടെ നേരിടുന്നത്. പുറമെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന ദുരന്ത നിവാരണ സംവിധാനം, കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നൽകുന്ന ദുരന്ത നിവാരണ പരിശീലനം തുടങ്ങിയവയിലൂടെ ഒരു നാട് ചെറുപ്പു നിൽക്കുകയായിരുന്നു. സുനാമി ബോധവൽക്കരണം അവിടെ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. അവർക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. സുനാമി റെഡി കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ജപ്പാനിൽ. നമുക്കറിയാം സുനാമി പസഫിക്കിലാണ് ഏതാണ്ട് 80% സുനാമികൾ ഉണ്ടാകുന്നത്. സുനാമി ആഞ്ഞടിച്ച പ്രദേശത്തുള്ള 5 ആണവ നിലയങ്ങളുടെ പ്രവർത്തനം നിലച്ചെങ്കിലും ആണവ വികിരണ സാധ്യത നിലനിന്നു. പിറ്റേന്ന് ഫുക്കുഷിമയിലെ ദൈസി നിലയത്തിൽ സ്ഫോടനമുണ്ടായി. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ലോക ആണവോർജ ഏജൻസി ഇടപെടുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. ആണവ നിലയങ്ങൾക്ക് ചുറ്റുമുള്ള ജനം ഒഴിഞ്ഞുപോയി. ഓർമ്മകളിൽ ചെർണോബിലും 3 മൈൽ ഐലൻഡും ഭയപ്പെടണം. ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു സ്ഫോടനം ഇപ്പോൾ ഉണ്ടായതായിട്ട് കേട്ടു. ചെറിയ സ്ഫോടനമാണെങ്കിലും ജപ്പാൻ സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞ ടാപ്പിലെ വെള്ളം കുടിക്കരുത്, ഭക്ഷണ സാധനങ്ങൾ വെളിയിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്, കഴിവതും റൂമിന് അകത്തേക്ക് അടച്ച് എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് റേഡിയേഷൻ വേപ്പർ ആണ്. ഈ പൊട്ടിത്തെറിയിലൂടെ റേഡിയേഷൻ വേപ്പറാണ് പടർന്നിട്ടുണ്ടോ. ഇത് ക്ലൗഡ്സിലേക്ക് പരക്കുകയും അത് മഴ പെയ്യുകയാണെങ്കിൽ മഴയായിട്ട് മറ്റ് പലയിടങ്ങളിലേക്കും വ്യാപിക്കുകയും കൃഷിയിടങ്ങളിലും മറ്റും വ്യാപിച്ച് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനം മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകളുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഭയങ്കര ലോങ് ടേം ആയിട്ടുള്ള പ്രോബ്ലമാണിത്. ആൾനാശത്തിന്റെ കണക്കെടുപ്പുകൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. മനുഷ്യന്റെ മഹത്തായ നേട്ടങ്ങളൊന്നും പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന സത്യം വീണ്ടും അരക്കിട്ടുറയ്ക്കുന്നു. എന്താണ് ജപ്പാനിലെ സുനാമി നൽകുന്ന പാഠങ്ങൾ? അല്ലെങ്കിൽ പ്രകൃതിയുടെ സംഹാരശക്തിക്ക് മുന്നിൽ പൂർണ്ണ സുരക്ഷ എന്നത് വ്യാമോഹം മാത്രമാണ്?
ഇതേ ശക്തിയുള്ള ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു സുനാമി നമ്മുടെ നാട്ടിൽ സംഭവിച്ചാൽ ഇനി എന്താണ്? ചോദ്യങ്ങൾ സാങ്കല്പികമാകാം, പക്ഷെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ദൂരം പ്രവചിക്കാനാവില്ലല്ലോ. ശരാശരിക്ക് മുകളിൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ സോണിലാണ് കേരളവും വരുന്നത്. അങ്ങനെ ഒന്നുണ്ടാവുകയാണെങ്കിൽ നേരിടാൻ നാം അത്രമാത്രം തയ്യാറാണ്? നമ്മുടെ ഡാമുകളുടെ, നഗരങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ സുരക്ഷിതരാണോ? കേരളത്തിലെ ഭൂകമ്പം വള്ളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ, ഡാമുകളുള്ള സ്ഥലങ്ങളൊക്കെ ഭൂകമ്പം വള്ളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഭൂകമ്പങ്ങൾ കേരളം വളരെ വലിയ ഭൂകമ്പത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വൈപ്പിൻ ദ്വീപും കൊച്ചിയും ഒക്കെ ഇന്നത്തെ രൂപത്തിൽ 1300 തോന്നുന്നു, ഈ 14th സെഞ്ചുറിയിലാണെന്ന് തോന്നുന്നു ഇത്തരം വലിയൊരു സംഭവത്തിന് ശേഷം കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നിന്ന് ഇങ്ങനൊരു വ്യത്യാസം വന്നു. ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള തരത്തിലാവണം കെട്ടിട നിർമ്മാണം എന്ന ചട്ടം പലപ്പോഴും ഏറ്റിലൊതുങ്ങും. നമ്മുടെ നാട്ടിൽ 10-30 നിലകളിൽ കെട്ടിപ്പൊക്കുന്ന ഫ്ളാറ്റുകളിൽ ഇത്തരം അടിയന്തര സാഹചര്യം നേരിടാനുള്ള സംവിധാനങ്ങൾ പേരിനെങ്കിലും ഉണ്ടോ എന്ന് സംശയം. വല്ലപ്പോഴും തട്ടിക്കൂട്ടുന്ന മോക്ഡ്രില്ലുകൾക്കപ്പുറം ദുരന്തങ്ങളെ നേരിടാനുള്ള പരിശീലനം പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ വൈകിയ വേളയിലെങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാകണം. അതിനുള്ള അപായമണിയാകട്ടെ ജപ്പാൻ. അതെ, ജപ്പാനിലെ സുനാമി ഇങ്ങത്തേക്കുള്ള കേരളക്കരയ്ക്കും ചില അപായ സൂചനകളാണ് നൽകുന്നത്. നാം പലതും ജപ്പാനിൽ നിന്ന് ഇനിയും പഠിക്കാനുണ്ട്. നമ്മുടെ ഡാമുകളെങ്കിലും സുരക്ഷിതമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ.